അന്താരാഷ്ട്ര സംഘടനകളുടെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. UN-ന്റെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ഇന്ന് നോക്കേണ്ടത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങൾ 6 എണ്ണമാണുള്ളത്. 1 പൊതുസഭ, 2 രക്ഷാസമിതി, 3 സാമ്പത്തിക സാമൂഹിക സമിതി, 4 അന്താരാഷ്ട്ര നീതിന്യായ കോടതി, 5 സെക്രട്ടേറിയറ്റ്, 6 പരിരക്ഷണ സമിതി. ഇതിൽ ഈ പരിരക്ഷണ സമിതിയുടെ പ്രവർത്തനം 1994 മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ പൊതുസഭയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. UN-ന്റെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. UN-ന്റെ ഏറ്റവും വലിയ ഘടകം പൊതുസഭയാണ്. ലോക പാർലമെൻറ്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെൻറ്റ് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് പൊതുസഭയെയാണ്. വാക്ക് ഫാക്ടറി എന്ന് പരിഹാസ പേരിൽ അറിയപ്പെടുന്നത് പൊതുസഭയാണ്. ലോകത്തിൻ്റെ സമ്മേളന നഗരി, UN കാര്യവിചാര സഭ എന്നീ പേരുകളിലും പൊതുസഭ അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ലോക പാർലമെൻറ്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെൻറ്റ്, വാക്ക് ഫാക്ടറി, ലോകത്തിൻ്റെ സമ്മേളന നഗരി, UN കാര്യവിചാര സഭ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പൊതുസഭയെയാണ്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുസഭയ്ക്കാണുള്ളത്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അപ്പോൾ ന്യൂയോർക്കാണ് പൊതുസഭയുടെ ആസ്ഥാനം. പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത് 1946 ലണ്ടനിൽ വെച്ചിട്ടാണ്. UN-ന്റെ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക UN ഘടകം എന്ന് പറയുന്നത് പൊതുസഭയാണ്. അപ്പം എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരേ ഒരു ഘടകം പൊതുസഭയാണ്. ഒരു അംഗരാഷ്ട്രത്തിന് പൊതുസഭയിൽ 5 അംഗങ്ങളെ വീതം അയക്കാമെങ്കിലും പൊതുസഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്മേൽ ഓരോ അംഗരാഷ്ട്രത്തിനും ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. അതൊന്ന് അറിഞ്ഞിരിക്കുക. പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നത് പൊതുസഭയാണ്. അപ്പം UN-ലേക്ക് പുതിയ രാജ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്ക് അംഗത്വം നൽകുന്നത് പൊതുസഭയാണ്. UN പൊതുസഭയുടെ ആദ്യ പ്രസിഡൻ്റാണ് പോൾ ഹെൻറി സ്പാർക്ക്. ബെൽജിയത്തിലുള്ള പോൾ ഹെൻറി സ്പാർക്കാണ് UN പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ്. പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ വനിതയായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. 1953 വിജയലക്ഷ്മി ഈ UN പൊതുസഭയുടെ പ്രസിഡൻ്റ് ആകുന്നത്. പൊതുസഭയുടെ 8ാമത്തെ പ്രസിഡൻ്റായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. പൊതുസഭയുടെ പ്രസിഡൻ്റായ പാകിസ്ഥാൻകാരനാണ് മുഹമ്മദ് സഫറുള്ള ഖാൻ എന്ന് പറയുന്നത്. പൊതുസഭയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെ കാലാവധി 1 വർഷമാണ്. UN പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസാക്കുവാൻ 3/2 ഭൂരിപക്ഷമാണ് വേണ്ടത്.